വേറൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കഴിഞ്ഞ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി ഗൗരവമായി ചർച്ച ചെയ്തത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. രണ്ട് മുദ്രാവാക്യങ്ങൾ ഡിവൈഎഫ്ഐ വളരെ സജീവമായി എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ഒന്ന് വർക്ക് ലൈഫ് ബാലൻസ് ആണ്, രണ്ട് റൈറ്റ് ടു ഡിസ്കണക്റ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു രാജ്യത്ത്. ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നാ സെബാസ്റ്റ്യൻ എന്ന യുവതി, കൊച്ചിക്കാരി, മാനസിക സമ്മർദ്ദം കാരണം മരണപ്പെടുകയും അവരുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ സിഒയ്ക്ക് അയച്ച കത്ത് വളരെ വൈറലാവുകയും ചെയ്തു. പാർലമെന്റിൽ പിന്നെ പലതവണ ഈ പ്രശ്നം പല എംപിമാരും ഉന്നയിച്ചു, ഞാൻ ഉൾപ്പെടെ പലരും ഉന്നയിച്ചു. വർക്ക് ലൈഫ് ബാലൻസ് ആണ്. പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് പ്രകാരം IT മേഖലയിൽ ജോലി ചെയ്യുന്ന 90% 25 വയസ്സിന് താഴെയുള്ളവർ വലിയ തോതിൽ ആൻസൈറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം, മാനസികമായ പിരിമുറുക്കങ്ങൾ, ജോലി ഏത് സമയവും ജോലിക്ക് അവൈലബിൾ ആകണമെന്നുള്ളതാണ്. ജോലിക്ക് അവൈലബിൾ ആകാത്ത ഒരു സമയവുമില്ല. ഓൺ കോളിൽ ഏത് സമയവും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT മേഖലയിലും അനുബന്ധ മേഖലയിലും ഇന്ന് വളർന്നു വരുന്നത്. പ്രൈവറ്റ് സെക്ടറിലാകെ ഇത് IT മാത്രമായി കണക്കാക്കേണ്ടതില്ല. പ്രൈവറ്റ് ബാങ്കിംഗ് മേഖല, വാഹന വിപണി, എക്സിക്യൂട്ടീവുകൾ, പ്രൈവറ്റ് ഇൻഷുറൻസ് മേഖല, ഇത് ജോലി സമയം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇതിലാണ് ഡിവൈഎഫ്ഐ ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഇക്കഴിഞ്ഞ എക്കണോമിക് സർവേ റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നത് രാജ്യത്ത് വർക്കിംഗ് അവേഴ്സ് വർദ്ധിപ്പിക്കണമെന്നാണ്, എൻഹാൻസ് ചെയ്യണമെന്നാണ്. ലേബർ കോഡിൽ അതിന് വ്യവസ്ഥയുണ്ടെന്നും 7 സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇതിനകം. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റും അത് ചെയ്താൽ യുവതി യുവാക്കളുടെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്ന വിചിത്രമായ വാദമാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. കാരണം എക്കണോമിക് സർവേ റിപ്പോർട്ട് ഇത് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇനിയും തൊഴിൽ ചൂഷണം രാജ്യത്ത് വർദ്ധിക്കാനാണ് ഇടവരുന്നത്. ഇപ്പോൾ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാണ്. ഡിവൈഎഫ്ഐ നേതൃത്വം, ഞാൻ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ IT സെഗ്മെന്റിലെ ജോലി ചെയ്യുന്ന യുവതി യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ രാജ്യത്തെ IT ഹബ്ബുകളിലാകെ പ്രധാനപ്പെട്ട അവിടുത്തെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി, ഇതിന്റെ വിക്ടിംസുമായി, അവിടുത്തെ IT എംപ്ലോയീസുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, എൻഗേജ്മെന്റ് നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചെന്നൈയുണ്ട്, കൊൽക്കത്തയിൽ, പൂനെയിൽ, അതോടൊപ്പം തന്നെ മുംബൈയിൽ, വളരെ പിന്നെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിലും ഉൾപ്പെടെ, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ, അങ്ങനെ രാജ്യത്ത് പ്രധാനപ്പെട്ട IT ഹബ്ബുകളിൽ ഐടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രൈവറ്റ് സെക്ടറിലും, ചൂഷണം നിലനിൽക്കുന്ന എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ഈ പ്രശ്നം വളരെ സജീവമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ എല്ലാ മേഖലകളിലും വേജ് സ്റ്റാഗ്നേഷനാണ്. എക്കണോമിക് സർവേ റിപ്പോർട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോർപ്പറേറ്റ് ലാഭം ഉയർന്നതായി കാണിക്കുന്നു, പക്ഷേ വേജ് സ്റ്റാഗ്നേഷൻ നിലനിൽക്കുന്നതായി എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ സമ്മതിക്കുകയാണ്, അതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഈ പ്രവണത ഈ നയത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ഉയർത്തി കാണിച്ച് വലിയ തോതിൽ EMI-യും സിബിൽ സ്കോറും രാജ്യത്തെ യുവതി യുവാക്കളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ടാർഗറ്റ് പൂർത്തീകരിക്കാനാകാത്ത ചെറുപ്പം, അത് വിവിധ മേഖലകളിൽ അവർ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു. വരുമാനം വർദ്ധിക്കുന്നില്ല, ജീവിത ചെലവ് ഉയരുന്നു. എന്നാൽ EMI, സിബിൽ സ്കോർ, ഇതിൻ്റെ എല്ലാം കിടന്ന് ഈ വീഷ്യസ് സർക്കിളിൽ കിടന്ന് ചെറുപ്പം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ ചെറുപ്പത്തെ ആകെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ നയത്തിനെതിരെ, ഇത് 1991 ആരംഭിച്ച സാമ്പത്തിക നയത്തിൻ്റെ തുടർച്ചയാണ്. അത് അഗ്രസീവായി ഇന്ന് BJP തുടരുകയാണ്. ഈ നയത്തിനെതിരായ ശക്തമായ സമരങ്ങളിലേക്ക് ചെറുപ്പത്തെയാകെ അണിനിരത്താൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മാസം 19 ഡൽഹിയിൽ വെച്ച് ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 19